ആകാശയാത്രയിൽ വമ്പന്മാരോട് മത്സരിക്കാൻ ഇറങ്ങുകയാണ് വിസ്താരയുമായുള്ള ലയനത്തോടെ എയർ ഇന്ത്യ. സർവീസ് അവസാനിപ്പിച്ച് വിസ്താര പറന്നിറങ്ങുമ്പോൾ പുതിയ ആകാശപാതകളാണ് എയർ ഇന്ത്യക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെയും സിംഗപ്പൂർ എയർലൈൻസിന്റെയും സംരംഭമായ വിസ്താര നവംബർ 11 സർവീസ് അവസാനിപ്പിക്കും. എയർ ഇന്ത്യയുമായി ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതോടെ ലോകത്തെ വൻകിട എയർലൈൻ ഗ്രൂപ്പുകളുടെ പട്ടികയിലാണ് എയർ ഇന്ത്യ ഇടം പിടിക്കുക. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് എയർ ഇന്ത്യ വിസ്താര ലയനം സാധ്യമായത്. തീരുമാനമായെങ്കിലും ഔദ്യോഗികമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി അനിവാര്യമായിരുന്നു. ടാറ്റ ഗ്രൂപ്പിന് പുറമെ സിംഗപ്പൂർ എയർലൈൻസിന് ഓഹരി പങ്കാളിത്തമുള്ളതാണ് വിസ്താര. ലയനത്തിന്റെ ഭാഗമായി സിംഗപ്പൂർ എയർലൈൻസിന് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ ലയനം പൂർത്തിയായി. വിസ്താരയിൽ 49% ഓഹരി പങ്കാളിത്തമാണ് സിംഗപ്പൂർ എയർലൈൻസിനുള്ളത്. എയർ ഇന്ത്യയുടെ ഉടമയായ ടാറ്റ ഗ്രൂപ്പിന് 51% ഓഹരി പങ്കാളിത്തമാണ് വിസ്താരയിലുള്ളത്. ലയനത്തോടെ രൂപപ്പെടുന്ന കമ്പനിയിൽ 25.1% പങ്കാളിത്തമാകും സിംഗപ്പൂർ എയർലൈൻസിന് ഉണ്ടാവുക. ഇതിനായി 2059 കോടിയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപവും അവർ നടത്തും. അതിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. 74.9% ഓഹരി എയർ ഇന്ത്യയുടെ കൈകളിലായിരിക്കും. ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് വിസ്താരയും എയർ ഇന്ത്യയും തമ്മിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചത്. 2022 ലയനം സംബന്ധിച്ച പ്രഖ്യാപനം നടക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ലയനം പൂർത്തിയാകുമെന്നായിരുന്നു റിപ്പോർട്ട്. വിവിധ കാരണങ്ങളായി അത് 2 വർഷത്തോളം നീളുകയായിരുന്നു. 2021 ഒക്ടോബറിൽ എയർ ഇന്ത്യയെ കേന്ദ്ര സർക്കാരിൽ നിന്ന് 18,000 കോടി രൂപയ്ക്ക് ടാറ്റ ഏറ്റെടുക്കുകയായിരുന്നു. വിസ്താരയുമായുള്ള ലയനം പൂർത്തിയാകുന്നതോടെ 212-ലേറെ വിമാനങ്ങളുള്ള രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയായി എയർ ഇന്ത്യ മാറും. നിലവിൽ ഇൻഡിഗോ ആണ് ഒന്നാമത്. എന്നാൽ ഏറ്റവും കൂടുതൽ വിദേശ സർവീസുകളുള്ള ഇന്ത്യൻ വിമാന കമ്പനി എന്ന പദവി എയർ ഇന്ത്യക്ക് സ്വന്തമാകും. ഇന്ത്യയിലെ ആഭ്യന്തര സർവീസുകൾ പ്രീമിയം നിലവാരത്തിലേക്ക് ഉയർത്തിയാണ് വിസ്താര 10 വർഷം മുമ്പ് ആകാശപ്പറക്കലിന് തുടക്കം കുറിക്കുന്നത്. 2015 ഹരിയാനയിലെ ഗുരുഗ്രാം ആസ്ഥാനമായിട്ടായിരുന്നു വിസ്താര എയർലൈൻ ആരംഭിച്ചത്. ഇൻഡിഗോയ്ക്ക് വ്യക്തമായ സ്വാധീനമുള്ള ആഭ്യന്തര വിപണിയിൽ സ്വന്തം സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് വിസ്താര നടത്തിയത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനപ്രിയ വിമാന കമ്പനിയായി വിസ്താര മാറി. 2024 തുടക്കത്തിൽ വിസ്താര പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തൊഴിലാളികളുടെ ശമ്പളവും പൈലറ്റിന്റെ വിമാന സമയവുമൊക്കെ വെട്ടിക്കുറച്ചതോടെ പൈലറ്റുമാർ അവധിയെടുത്തു. സർവീസുകൾ മുടങ്ങി. ഏപ്രിൽ 1 125-ലധികം വിമാന സർവീസുകളാണ് മുടങ്ങിയത്. നവംബർ 12 ഇരു കമ്പനികളും തമ്മിലുള്ള ലയനം പൂർത്തിയാകും. തുടർന്ന് വിസ്താരയുടെ പ്രവർത്തനങ്ങൾ എയർ ഇന്ത്യ ആയിരിക്കും നിർവഹിക്കുക. സെപ്റ്റംബർ 3 മുതൽ വിസ്താരയുടെ ടിക്കറ്റ് ബുക്കിംഗുകൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യും. നവംബർ 11 വിസ്താര സർവീസ് അവസാനിപ്പിക്കും. 12 മുതൽ എയർ ഇന്ത്യ എന്ന ഒറ്റ ബ്രാൻഡ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിസ്താര അറിയിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ വരെയാണ് ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ വിസ്താരയ്ക്ക് ഫ്ലൈയിങ് പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത്. വിസ്താരയുമായുള്ള ലയനം തീരുമാനിച്ചതിന് പിന്നാലെ ജീവനക്കാരെ കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. ഗ്രൗണ്ട് സ്റ്റാഫുകൾക്ക് സ്വയം വിരമിക്കൽ പദ്ധതിയും കമ്പനി പ്രഖ്യാപിച്ചു. 5 വർഷം സേവനമുള്ളവർക്ക് VRSഉം 5-ൽ താഴെ മാത്രം സേവനം ചെയ്തവർക്ക് നിർബന്ധിത വിരമിക്കൽ പദ്ധതിയുമാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്.